പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഭാരതം. പാകിസ്ഥാന്റെ യാത്രാ സൈനിക വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമമേഖലയിൽ യാത്രാ അനുമതിയില്ല. എന്നാൽ പാകിസ്ഥാൻ വഴി എത്തുന്ന വിദേശ വിമാന സർവീസുകൾക്ക് വിലക്കുമില്ല. വിവരങ്ങളുമായി ഗൗതം ചേരുന്നു. ഗൗതം, എന്താണ് വിശദാംശങ്ങൾ? ഗോപിക, നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരായുള്ള നീക്കങ്ങൾ ഭാരതം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വ്യോമ മേഖല പാകിസ്ഥാന് മുമ്പിൽ ഭാരതം അടച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ യാത്രാ വിമാനങ്ങൾക്കോ സൈനിക വിമാനങ്ങൾക്കോ ഇനിയും ഭാരതത്തിന് മുകളിലൂടെ പറക്കാൻ കഴിയത്തില്ല എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാനിലൂടെ കടന്നു വരുന്ന മറ്റ് വിദേശ സർവീസുകൾ, അത്തരം സർവീസുകൾക്ക് ഭാരതത്തിന്റെ വ്യോമ മേഖലകളിലൂടെ പറക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റേതായ സർവീസുകൾ ഇന്ത്യൻ വ്യോമ അതിർത്തിയിലൂടെ ഇനിയും യാത്ര ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഭാരതം എത്തിയിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ സിന്ധു നദീജല കരാറിൽ നിന്നും ഭാരതം പിന്മാറിയിരുന്നു. വാഗ അതിർത്തിയിലെ ബിറ്റിംഗ് റിട്രീറ്റ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഭാരതം അവസാനിപ്പിച്ചു. ഒപ്പം ഡൽഹിയിലെ ഇന്ത്യൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരോട് തിരിച്ചു പോകാൻ നിർദ്ദേശിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഏതാണ്ട് 30ഓളം ഉദ്യോഗസ്ഥർ തിരിച്ചു മടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ നയതന്ത്ര രീതിയിൽ എല്ലാ ബന്ധവും പാകിസ്ഥാനുമായി വിച്ഛേദിക്കുകയാണ് ഭാരതം. അതിന്റെ ഏറ്റവും അവസാനത്തെ നടപടിയാണ് ഇപ്പോൾ ഈ വ്യോമ അതിർത്തി അടച്ചുകൊണ്ടുള്ള വലിയൊരു നീക്കം. ഗോപിക.